ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു റിവ്യൂവർ. രാത്രി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനും അതിനുള്ളിലെ യാത്രക്കാരും ഒരു വിജനമായ കാടിന് നടുവിൽ കുടുങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? സ്വാഭാവികമായിട്ടും ഈ ഒരു അവസ്ഥയിൽ രക്ഷപ്പെടാനായിട്ട് ആളുകൾ പുറത്തേക്ക് ഇറങ്ങും. എന്നാൽ ഇവിടെ പുറത്തിറങ്ങി രക്ഷപ്പെടാനോ ഒളിച്ചിരിക്കാനോ സാധിക്കാത്ത അവസ്ഥ. എങ്ങനെയും ജീവനോടെ ഈ ഒരു രാത്രി വെളുപ്പിക്കുക, അതുമാത്രമായിരുന്നു ആളുകളുടെ മുന്നിലുള്ള പോംവഴി. ഭയാനകമായ ആ രാത്രി ആരൊക്കെ സർവൈവ് ചെയ്യും, ആരൊക്കെ കൊല്ലപ്പെടും? ദിസ് ഈസ് മല്ലു റിവ്യൂവർ ആൻഡ് ഇറ്റ്സ് സ്റ്റോറി ടൈം. ആൽഫ ട്രാക്സ് എന്ന ഒരു പാസഞ്ചർ ട്രെയിനിൽ ഒരു ഗാർഡായിട്ട് ജോലി ചെയ്യുകയാണ് ജോ. നമ്മളെപ്പോലെ തന്നെ തീരെ താല്പര്യമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് വേറെ വഴിയൊന്നും ഇല്ലാത്തതിനാൽ അവിടെ തന്നെ തുടർന്ന് ജോലി ചെയ്യാനായിട്ട് അവൻ നിർബന്ധിതനാവുകയാണ്. അന്നത്തെ തന്നെ ജോലി കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് വരുമ്പോഴാണ് നീ ഇന്നത്തെ നൈറ്റ് ഷിഫ്റ്റ് കൂടി ചെയ്യേണ്ടതുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സൂപ്പർവൈസർ അവൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ജോയിയോട് ഓൾറെഡി കലിപ്പുള്ള സൂപ്പർവൈസർ അവനൊരു പണി കൊടുക്കാമെന്ന് കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവൻ്റെ അടുത്തേക്ക് എത്തുന്നതിന്. ഓൾറെഡി 2 ഷിഫ്റ്റിൽ നിന്ന് ജോയിക്ക് രാത്രി ഷിഫ്റ്റ് കൂടി നിൽക്കുക എന്നത് ആലോചിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. ആ സമയം തന്റെ ക്രഷ് ആയിട്ടുള്ള എലൻ കൂടി ട്രെയിനിൽ വർക്കിനായിട്ട് കയറുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം അവൻ അന്നത്തെ നൈറ്റ് ഷിഫ്റ്റിന് തയ്യാറാവുകയാണ്. ശേഷം പതിവ് പോലെ തന്നെ ട്രെയിനിൽ കയറി യാത്രയ്ക്ക് മുൻപായി അവൻ സ്ഥിരമായിട്ട് പറയുന്ന ഗ്രീറ്റിംഗ്സ് യാത്രക്കാരോട് പറഞ്ഞ ശേഷം ടിക്കറ്റ് ചെക്കിങ്ങിനായിട്ട് ഇറങ്ങുകയാണ്. ബഹുജനം പല വിധം എന്ന് പറഞ്ഞ മാതിരി പലരും പല രീതിയിലാണ് ഹീറോയെ കാണുന്നതും പെരുമാറുന്നതും. ഹീറോ അങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് കേറ്റ് എന്ന ഒരു ബിസിനസ് വുമന്റെ അടുത്തേക്ക് എത്തുകയാണ്. എന്നാൽ അവരുടെ കയ്യിലുണ്ടായ ടിക്കറ്റ് കാണാനുണ്ടായിരുന്നില്ല. ഹീറോ ഉടനെ ടിക്കറ്റ് ഇല്ലെങ്കിൽ ടിക്കറ്റിന്റെ പൈസയും ഫൈനും കൂടി ചേർത്തിട്ട് ഇരട്ടി പൈസ നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്. താൻ സ്ഥിരമായിട്ട് ഈ ട്രെയിൻ തന്നെയാണ് കയറുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും റൂൾസ് എന്നായിരുന്നു ഹീറോയുടെ വാദം. വേറെ വഴിയൊന്നുമില്ലാത്തതിനാൽ ആ മുഴുവൻ പൈസയും കേറ്റിന് നൽകേണ്ടി വരികയാണ്. ഇത് കേറ്റിന് ഹീറോയോട് ഒരു വെറുപ്പുണ്ടാക്കാനായിട്ട് കാരണമാവുകയാണ്. ഇതുമാത്രമല്ല, അടുത്തതായിട്ട് അവൻ ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നിന എന്ന പെണ്ണിന്റെ അടുത്തേക്ക് എത്തുന്നതും അവള് ഫോണിൽ സൊള്ളിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ഹീറോ പറയുന്നത് കേൾക്കാൻ കൂട്ടാകുന്നതുമില്ല. ഹീറോ കുറച്ച് ഗൗരവത്തോടെ ടിക്കറ്റ് ചോദിക്കുമ്പോൾ ആ പെണ്ണ് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ടിക്കറ്റ് കാണിച്ച ശേഷം മര്യാദയ്ക്ക് താഴേക്ക് നോക്കാതെ മുഖത്തേക്ക് നോക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുകയാണ്. ഇത് കേട്ട് മറ്റ് യാത്രക്കാർക്ക് പോലും ഹീറോയുടെ സ്വഭാവത്തിൽ ഒരു അസ്വസ്ഥത പ്രകടമാവുകയാണ്. അതങ്ങനെ ഒരു സാധനം. എന്നാലും പ്രത്യേകിച്ച് യാതൊന്നും പ്രതികരിക്കാതെ ഹീറോ തന്റെ ജോലി തുടരുകയാണ്. അപ്പോഴാണ് തന്റെ ക്രഷ് എലൻ ആ വഴി വരുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. രണ്ടും കൽപ്പിച്ച് ഇത്തവണ ജോ എലനെ തൻ്റെ ഒപ്പം ഒരു ഡേറ്റിന് വരാനായിട്ട് ക്ഷണിക്കുകയാണ്. എന്നാൽ ജോയെ ആകെ തളർത്തിക്കൊണ്ട് എലൻ അവന്റെ ആ ക്ഷണം കണ്ണും പൂട്ടി നിരസിക്കുകയാണ്. വേഗം തന്നെ അവൻ ഒന്നും മിണ്ടാതെ തന്റെ സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടും ഈ ട്രെയിൻ അവനൊരു ദുസ്വപ്നമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശക്തമായ മഴയിലും ഇരുട്ടിനെ രണ്ടായിട്ട് ഭേദിച്ചുകൊണ്ട് ആ ട്രെയിൻ ശരവേഗത്തിൽ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ട്രെയിൻ വളരെ ശക്തിയോടെ ട്രാക്കിൽ ഇടിച്ചു നിൽക്കുകയാണ്. ആ ഒരു ആഘാതത്തിൽ ട്രെയിൻ ആകെ ഒന്ന് കുലുങ്ങി വിറയ്ക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് ജോ ഡ്രൈവറിന്റെ ക്യാബിന് അടുത്തേക്ക് എത്തുന്നതും പെട്ടെന്ന് ഡ്രൈവർ മൈക്കിലൂടെ ട്രെയിൻ എന്തിനോ തട്ടിയതിനാലാണ് ട്രെയിൻ നിന്നതെന്നും അധികം വൈകാതെ യാത്ര തുടരുമെന്ന് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായതിനാൽ ജോ തിരികെ പാസഞ്ചേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശേഷം ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. അതേസമയം ഡ്രൈവർ പുറത്തിറങ്ങിയിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ഓരോരോ ബോഗികളായിട്ട് ചെക്ക് ചെയ്യുകയാണ്. ട്രെയിൻ ഇപ്പോൾ ഉള്ളത് ഒരു വലിയ വനത്തിന്റെ ഒത്ത നടുക്കാണ്. ട്രെയിനിലാണെങ്കിൽ ഇനി അധികം ആളുകളുമില്ല. കാടിന് മറുവശത്തുള്ള അവസാനത്തെ സ്റ്റേഷനായിട്ടുള്ള ഈസ്റ്റംബർഗിൽ ഇറങ്ങാനുള്ളവർ മാത്രമേ ഇനി ആ ട്രെയിനിന് ബാക്കിയുള്ളൂ. ഇതേ സമയം ഓരോരോ ബോഗികളായിട്ട് പരിശോധിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ അവസാനം അത് കണ്ടെത്തുകയാണ്. ഒരു വലിയ മാൻ അതിനെ തട്ടിയതിനെ തുടർന്നിട്ടാണ് ട്രെയിൻ പാതിക്ക് നിന്നത്. ഇനി ആ മാനെ ട്രെയിനിന്റെ അടിയിൽ നിന്ന് മാറ്റാതെ ട്രെയിൻ ഒരടി മുന്നോട്ട് പോകില്ല. തുടർന്ന് ഡ്രൈവറും അതിനുള്ള പരിശ്രമം തുടങ്ങുകയാണ്. ആ സമയം എന്തോ ഒന്ന് തന്റെ പിന്നിലൂടെ കാട്ടിലൂടെ നടക്കുന്ന ശബ്ദം ഡ്രൈവറും കേൾക്കുന്നുണ്ട്. വല്ല കാട്ടുമൃഗങ്ങളായിരിക്കും എന്ന് വിചാരിച്ച് ഡ്രൈവർ തന്റെ ജോലി തുടരുകയാണ്. പെട്ടെന്ന് പുറകിലെ ആ ശബ്ദം ഒരു മുരൾച്ചയായിട്ട് മാറുന്നത് അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു സാധനം ഡ്രൈവറെ ക്രൂരമായിട്ട് കൊന്ന് തിന്നുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അതേസമയം കുറെ നേരമായിട്ടും ഡ്രൈവറിന്റെ കയ്യിൽ നിന്ന് യാതൊരു മറുപടിയും ഇല്ലാന്ന് കണ്ടതിനാൽ ജോ നേരെ ഡ്രൈവറിന്റെ ക്യാബിൻ പുറത്തുനിന്ന് തുറക്കാൻ തീരുമാനിക്കുകയാണ്. കൂടെ എലനും വരാൻ തീരുമാനിക്കുന്നുണ്ട്. രണ്ടുപേരും അവിടെയെല്ലാം മരിച്ചു പിറക്കിയിട്ടും ഡ്രൈവറിന്റെ പൊടി പോലും അവർക്ക് കണ്ടെത്താനായിട്ടായില്ല. ഡ്രൈവർ ഇല്ലാതെ ട്രെയിൻ മുന്നോട്ട് പോകാനും സാധിക്കില്ല. ഡ്രൈവറിനെ കാണാനില്ല എന്ന വിവരം യാത്രക്കാരോട് പറയാൻ ജോ തയ്യാറാവുന്നില്ല. അത് അനാവശ്യമായൊരു ഭീതി ഉണ്ടാക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു.
ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ട്രെയിനിൽ ആവശ്യത്തിന് ഫുഡും വെള്ളവും ഇല്ല എന്നതും ഒരു വലിയ പ്രശ്നമാണ്. എന്നാൽ 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം ആയിട്ടും ട്രെയിൻ പോകാത്തതിൽ യാത്രക്കാര് വളരെയധികം ക്ഷുഭിതരാവുന്നുണ്ട്. പോരാത്തതിന് ട്രെയിനിന്റെ എമർജൻസി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും തകരാറിലായിരുന്നു. കാര്യങ്ങൾ വഷളാകുന്നു എന്നതിനെ തുടർന്നിട്ട് വേറെ വഴിയൊന്നുമില്ലാതെ ട്രെയിനിലെ ഡ്രൈവറെ കാണാതായെന്നും ട്രെയിൻ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും ട്രെയിൻ മുന്നോട്ട് പോകാൻ സാധിക്കാത്തതിനാൽ എല്ലാവരും നേരം പുലരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും ജോ പാസഞ്ചേഴ്സിനോട് പറയുകയാണ്. ഇതോടെ സാഹചര്യം കൂടുതൽ വഷളാവുകയാണ്. കാര്യങ്ങൾ കയ്യാങ്ങളിലേക്ക് എത്തും എന്നൊരവസ്ഥ എത്തിയപ്പോഴേക്കും പെട്ടെന്ന് അഡ്രിയാൻ എന്നൊരു പാസഞ്ചർ എഴുന്നേറ്റ്, നിങ്ങൾ വേണമെങ്കിൽ തല്ലി പിടിച്ചാവ്, ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്, എന്റെ ഒപ്പം വരാൻ താല്പര്യമുള്ളവർക്ക് വരാം എന്ന് പറയുകയാണ്. സ്വാഭാവികമായും ജോ ഒഴികെ ബാക്കി എല്ലാവരും ആ ഒരു ഡീലിന് സമ്മതിക്കുകയാണ്. എന്നാൽ വെറുതെ അങ്ങ് ഇറങ്ങിപ്പോവാനും സാധിക്കില്ല. ഡോർ തുറക്കാനായിട്ട് ഒരു പ്രത്യേക കീ ആവശ്യമാണ്. അത് ജോയുടെ കയ്യിൽ മാത്രമാണുള്ളത്. ജോ സമ്മതിച്ചാൽ മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങാനാവൂ. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ പാസഞ്ചേഴ്സിനെ ആരെയും തനിയെ പുറത്തേക്ക് വിടാനായിട്ട് സാധിക്കില്ല എന്നും തനിക്ക് തന്റെ ജോലി കളയാൻ ഒട്ടും താല്പര്യമില്ലെന്നും ജോ പറയുകയാണ്. എന്നാൽ താനും ഞങ്ങളുടെ ഒപ്പം പോരെന്ന് അഡ്രിയാൻ പറയുമ്പോൾ ജോ ഇല്ല, ട്രെയിൻ ഉപേക്ഷിച്ച് വരാനായിട്ട് ഗാർഡായ തനിക്ക് അനുവാദമില്ല എന്ന് കൂടി പറഞ്ഞതോടെ ആളുകൾ കൂടുതൽ വയലന്റ് ആകാൻ തുടങ്ങുകയാണ്. എന്നാൽ എന്തൊക്കെ കാണിച്ചിട്ടും ഡോർ തുറക്കില്ല എന്ന തന്നെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ജോ. അവസാനം എലന്റെ ഒറ്റൊരാളുടെ നിർബന്ധത്തെ തുടർന്നിട്ട് അവൻ അതിന് സമ്മതിക്കുകയാണ്. താക്കോലെടുത്ത് ഡോർ തുറക്കുകയാണ്. ശേഷം ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതിനോടകം എലന് പുറത്തിറങ്ങാനുള്ള ഐഡിയ പറഞ്ഞുകൊടുത്ത ആഡ്രിയാനോട് ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നു എന്ന കാര്യം ജോ ശ്രദ്ധിക്കുന്നുണ്ട്. അവനും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നതിനാൽ എല്ലാ സങ്കടവും ഉള്ളിൽ വെച്ചുകൊണ്ട് അവൻ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ശേഷം ജോ മുന്നിലും മറ്റുള്ളവരെ പിറകില് നിരനിരയായിട്ടും അവര് കാടിന് നടുവിലൂടെ ആളനക്കമുള്ള ഒരു പ്രദേശം തപ്പി മുന്നോട്ട് നീങ്ങുകയാണ്. ഇരുട്ടിന്റെ മറപിടിച്ച് എന്തോ ഒന്ന് അവര് നിരന്തരമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുറച്ചങ്ങ് നീങ്ങിയതും കാടിനകത്ത് നിന്ന് അത്ര വ്യക്തമല്ലാത്ത കുറച്ച് ശബ്ദം കേട്ടതിനെ തുടർന്നിട്ട് മറ്റുള്ളവരെ അവിടെ തന്നെ നിർത്തിയ ശേഷം ജോയും എലനും ചേർന്നിട്ട് പരിശോധിക്കാനായിട്ട് മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. എന്നാലും മുന്നിലെ ആ കാഴ്ച ഇവരെയും അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഡ്രൈവർ തലയും വയറും പിളർന്ന് കുടൽമാലകളെല്ലാം പുറത്തു വന്ന നിലയില് അതിക്രൂരമായിട്ട് മരണപ്പെട്ട് കിടക്കുന്നു. ഒന്നും നോക്കിയില്ല, രണ്ടുപേരും തിരിഞ്ഞോടുകയാണ്. തൊട്ടുപുറകെ ആ ഭീകരജീവി അലറി വിളിച്ചു വരുന്നുണ്ടായിരുന്നു. ഉടനെ ഓരോരുത്തരായിട്ട് വേഗം ട്രെയിനിനുള്ളിലേക്ക് തിരികെ കയറുകയാണ്. എന്നാൽ വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വേഗത്തിലോടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൂപ്പൻ ആദ്യം ട്രെയിനിലേക്ക് കയറുകയാണ്. എന്നാൽ അമ്മൂമ്മ മുഴുവനായിട്ട് കയറുന്നതിന് മുന്നേ തന്നെ പുറകെ വന്ന ആ സാധനം അമ്മൂമ്മയുടെ കാലിൽ ഇറുക്കി കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മൂമ്മയെ എടുത്തിട്ട് കൊടയാണ്. എല്ലാവരും ഒരുമിച്ച് വലിച്ചു പിടിച്ചതിനാൽ അമ്മൂമ്മയെ അതിനെ കൊണ്ടുപോകാനായില്ല. എന്നാൽ കാലിലെ മുഴുവൻ മാംസവും അത് കടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വളരെ അധികം രക്തവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വേഗം തന്നെ ട്രെയിനിലെ ഫസ്റ്റ് എയ്ഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മുറിവുകൾ വെച്ച് കെട്ടുന്നുണ്ട്. എന്നാൽ ഒരു തരത്തിലുള്ള പെയിൻ കില്ലേഴ്സിനും ആ വേദന ശമിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പുറത്ത് ആ ജീവി അകത്തേക്കുള്ള ഒരു വഴി അന്വേഷിച്ച് നടക്കുകയാണ്. എത്രയും വേഗം അമ്മൂമ്മയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്നാൽ ജോ എത്ര ശ്രമിച്ചിട്ടും യാതൊരു കമ്മ്യൂണിക്കേഷനും പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കൂടുതലുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് വന്നിട്ട് ട്രെയിനിൽ ഫ്യൂവൽ ലീക്ക് സംഭവിച്ചിട്ടുണ്ട്, അത് എത്രയും വേഗം ശരിയാക്കേണ്ടതുണ്ടെന്ന് പറയാണ്. എന്നാൽ അത് ശരിയാക്കാനും ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങണം. സോ വേറെ വഴിയൊന്നുമില്ലാത്തതിനാൽ ആ രാത്രി ട്രെയിനിൽ തന്നെ കഴിച്ചുകൂട്ടാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. ഇതേ സമയം കേറ്റ് ഡ്രൈവറിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. ജോയ്ക്കും എലനും അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. എന്നാലും അവരത് മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കുകയാണ്. പെട്ടെന്ന് ട്രെയിനിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം, ആരോ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല, ജോ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കയ്യിലെടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. കൂടെ ആ സ്റ്റുഡന്റും അഡ്രിയാനും ചെല്ലുകയാണ്. ബാത്റൂമിൽ നിന്നായിരുന്നു ആ ശബ്ദം. കുറച്ചധികം ഭീതിയോടെ ബാത്റൂം തുറന്നതും അത് മറ്റൊരു പാസഞ്ചറായിരുന്നു. ആക്സിഡന്റിന് തൊട്ടു മുന്നേ ബാത്റൂമിലേക്ക് കയറിയതായിരുന്നു പുള്ളി. ഇവരുടെ ആരുടെ കയ്യിലെ ഫോണിലും സിഗ്നലും കിട്ടുന്നില്ല. അങ്ങനെ കുറേയധികം സമയം കടന്നു പോവുകയാണ്. ഓരോ നിമിഷവും മുത്തശ്ശിയുടെ സ്ഥിതി വഷളായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയം പുറത്തിരുന്ന് മതികെട്ട ആ മൃഗം മുകളിലൂടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ വെടക്ക് പെണ്ണ് നിനയുടെ ഫോൺ റിങ് ചെയ്യാണ്. എന്നാൽ ഫോൺ എടുത്ത പെണ്ണ് ടെൻഷനായിട്ട് ഇവരെവിടെയാണ് പെട്ടെടുക്കുന്നതെന്ന് മാത്രം പറയുന്നില്ല. ഇതേ സമയം ശബ്ദം കേട്ട് ആളെ തിരിച്ചറിഞ്ഞ ജീവി ട്രെയിനിന്റെ ജനല തകർത്ത് നിനയെ വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്.
കേറ്റ് രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് കൂടെയുള്ള കണ്ണട വെച്ച പയ്യൻ കേറ്റിനെ കയറി പിടിക്കുകയാണ്. പിന്നീട് കാണുന്നത് ജനലിലൂടെ ഒലിച്ചിറങ്ങുന്ന നിനയുടെ രക്തമായിരുന്നു. ആ സമയത്തും ജീവന് വേണ്ടി അവൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു. വേറെ വഴിയൊന്നുമില്ല, എല്ലാവരും തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് കയറി ലോക്ക് ചെയ്യുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടത് നേരിട്ട് കണ്ടതിന്റെ ഷോക്കില് തുടർന്നിനി എന്തെന്നറിയാതെ ഭയന്നിരിക്കുന്ന എല്ലാവരുടെയും മുന്നിലേക്ക് ആ അപ്പൂപ്പൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. നിങ്ങളെന്താ പേടിച്ചിരിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതൊരു മൃഗം മാത്രമാണ്, നമ്മൾ മനുഷ്യരും. പേടിച്ചിരിക്കാതെ തല്ലിക്കൊല്ലടാ ആ നായിന്റെ മോനെ എന്ന് ആക്രോശിക്കുകയാണ്. ഇതോടെ എന്തെന്നില്ലാതൊരു ആവേശം ഏവരിലേക്കും എത്തിച്ചേരുകയാണ്. ഉടനെ ട്രെയിനിൽ നിന്നും കിട്ടാവുന്ന എല്ലാ മാരകായുധങ്ങളും റെഡിയാക്കിയിട്ട് അവർ ആ കമ്പാർട്ട്മെന്റ് മുഴുവനായിട്ട് അകത്തുനിന്ന് സീൽ ചെയ്യുകയാണ്. ശേഷം ഷിഫ്റ്റ് അനുസരിച്ച് ഓരോരുത്തരായിട്ട് മാറി മാറി ഉറങ്ങാതെ കാവലിൽ നിൽക്കുകയാണ്. അതേസമയം ജോയുടെ അടുത്തേക്ക് അഡ്രിയൻ വരികയാണ്. ശേഷം അവനോട്, നീ നോക്ക്, ആ ജീവി തീർച്ചയായും തിരിച്ചു വരും. സോ അതിനെതിർത്ത് നിൽക്കുന്നതിനേക്കാൾ നല്ലത് കൂടിയുള്ള ഇവരെ ഓരോരുത്തരായിട്ട് അതിന് കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് രണ്ടുപേർക്കും ഡോർ തുറന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതല്ലേ. സോ കൂട്ടത്തില് ആട്ടിൻതോലിട്ട ചെന്നായിയാണ് അഡ്രിയാന സത്യം ജോ തിരിച്ചറിയാണ്. പെട്ടെന്ന് കടികെട്ടിയ അമ്മൂമ്മ ചോര ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ വെറുതെ ചോര ശ്രദ്ധിക്കുകയല്ല, മറിച്ച് അമ്മൂമ്മയുടെ മുഴുവൻ പല്ലുകളും കൊഴിഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. സോ ഇത് വെറും ഒരു മുറിവല്ല, മുത്തശ്ശിക്ക് കാര്യമായിട്ട് എന്തോ വ്യത്യാസം സംഭവിക്കുന്നെന്ന് എല്ലാവരും തിരിച്ചറിയാണ്. അതേസമയം കൂട്ടത്തിലുള്ള ഒരു തടിയനെ കാണാനില്ല. അവൻ ആ ഒരു ഗ്യാപ്പിൽ ബാത്റൂമിൽ പോകാനായിട്ട് തന്റെ പഴയ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഉടനെ ജോ ഒറ്റയ്ക്ക് വാതിലിന് മുന്നിലെ ബാരക്കേഡ് മാറ്റി തടിയനെ അന്വേഷിച്ച് പോവുകയാണ്. അവസാനം ജോ അവനെ അടുത്ത കമ്പാർട്ട്മെന്റിലെ ടോയ്ലറ്റിൽ വെച്ച് കണ്ടെത്തുകയാണ്. എന്നാൽ സമയമൊന്ന് പറയട്ടെ, ഡോർ ജാം ആവുകയാണ്. അപ്പോഴേക്കും ശബ്ദം കിട്ടിയ മൃഗം ബാത്റൂമിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ജോ കാണുന്നത് വാതിലിലെ ദ്വാരത്തിലൂടെ കുത്തി ഒഴുകുന്ന തടിയന് രക്തമാണ്. മറുവശത്ത് മൃഗം ആക്രമണം തുടങ്ങിയെന്ന് കണ്ട ഉടനെ ദുഷ്ടനായ അഡ്രിയാൻ ആ ഡോർ ലോക്ക് ചെയ്യാണ്. അതിനാൽ തന്നെ ജോയ്ക്ക് അകത്തേക്ക് കയറാനും സാധിക്കുന്നില്ല. ശേഷം മൃഗം ജോയെ ആക്രമിക്കുന്ന സമയത്ത് ട്രെയിനിന്റെ പുറത്തേക്ക് രക്ഷപ്പെടാൻ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോഴാണ് അവനൊരു അബദ്ധം മനസ്സിലായത്. പുറത്തേക്കുള്ള താക്കോല് ജോയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. മറുവശത്ത് മൃഗം ജോയുടെ തൊട്ടടുത്ത് എത്തിയതും അഡ്രിയാൻ അകത്തുനിന്ന് വാതിൽ തുറന്നിട്ട് ജോയെ രക്ഷിക്കുകയാണ്. താക്കോൽ അവന്റെ കയ്യിലായതുകൊണ്ട് മാത്രം. മറുവശത്തുള്ള ആ ജീവി അതിശക്തനായിരുന്നു. അത് നിഷ്പ്രയാസം തടസ്സങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അകത്ത് പ്രവേശിക്കുകയാണ്. അപ്പോഴാണ് അതിന്റെ മുഴുവനായിട്ടുള്ള രൂപം നാം കാണുന്നത്. അത് പാതി മനുഷ്യനും പാതി ചെന്നായുമായിരുന്നു. ഇനി പേടിച്ചെന്നിട്ട് കാര്യമില്ല. ഉടനെ ഓരോരുത്തരായിട്ട് കയ്യിൽ കിട്ടിയ എല്ലാ ആയുധങ്ങളും കൊണ്ട് അതിനെ അറഞ്ചും കുറച്ചും തല്ലി തകർക്കുകയാണ്. ഇവർ ഒന്നിച്ചു നിന്നതിനാൽ തന്നെ അവർക്കതിനെ കൊന്നു കളയാൻ സാധിച്ചു. മാത്രമല്ല അതിന്റെ കയ്യിൽ ഒരു വെഡ്ഡിങ് റിംഗും കാണാം. സോ അതൊരു മനുഷ്യനായിരുന്നെന്നും പിന്നീട് രൂപമാറ്റം സംഭവിച്ചതാണെന്നും അവർക്ക് മനസ്സിലാവുകയാണ്. എല്ലാവരും ഒരല്പം ഭീതിയോടെ തന്നെ കടികെട്ടിയ മുത്തശ്ശിയെ നോക്കുകയാണ്. എന്നാൽ ഇത് അവസാനമായിരുന്നില്ല. കാട്ടിൽ നിന്ന് ഇരുട്ടിന്റെ മറവിൽ നിന്ന് നിരവധി മനുഷ്യ ചെന്നായികൾ ട്രെയിൻ ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോരുകയാണ്. ഉടനെ ട്രെയിനിൽ അഡ്രിയാൻ മുത്തശ്ശിയും ഒരു ചെന്നായിട്ട് മാറും. എത്രയും വേഗം മുത്തശ്ശിയെ കൊന്നു കാണാം എന്ന് പറയാണ്. കൂട്ടത്തിലുള്ള എല്ലാവരെയും തട്ടിമാറ്റിയിട്ട് അവൻ മുത്തശ്ശിയെ ആക്രമിക്കാനായിട്ട് പാഞ്ഞു വരികയാണ്. ഉടനെ അവിടെ എത്തിയ ജോ അഡ്രിയാനെ പിടിച്ച് ബെൽറ്റ് കൊണ്ട് അവനെ കെട്ടിയിടുകയാണ്. മാത്രമല്ല ഒരു സേഫ്റ്റിക്ക് വേണ്ടി മുത്തശ്ശിയെയും അവൻ ട്രെയിനിൽ കെട്ടിയിടുകയാണ്. എന്നിട്ട് കേറ്റിനെ കാവലിരുത്തിയിട്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനെയും കൂട്ടി ജോ ട്രെയിൻ നന്നാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഒപ്പം ആ കണ്ണട പയ്യന് സഹായത്തിനായിട്ട് റെഡി ആവുകയാണ്. ഇനി ഇവർക്ക് ആദ്യം ട്രെയിനിലെ ഫ്യൂവലിലേക്ക് നേരെ ആക്കണം. ആ സെയിം ടൈമിൽ അകത്തൊരാൾ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ട്രെയിൻ സ്റ്റാർട്ട് ആക്കണം. ശേഷം പതിയെ ലിവർ തിരിച്ച് ട്രെയിൻ മുന്നോട്ടേക്ക് ഓടിക്കണം. സോ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഹീറോയെയും എലനെയും അകത്ത് നിർത്തിയ ശേഷം എഞ്ചിനീയറിംഗ് പയ്യനും കണ്ണട പയ്യനും കൂടി ലീക്ക് ശരിയാക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആദ്യം ഫ്യൂവൽ ടാങ്ക് കണ്ടെത്തണം. അത് സിമ്പിളായിട്ട് തന്നെ ആ എഞ്ചിനീയറിംഗ് പയ്യൻ കണ്ടെത്തുകയാണ്. പയ്യൻ അടിയിൽ കയറി ലീക്ക് ഇറങ്ങുന്ന സമയത്ത് കണ്ണട പയ്യൻ പുറത്തുനിന്ന് വെട്ടം കാണിച്ചു കൊടുക്കുകയാണ്. അകത്ത് ജോ ആണെങ്കിൽ ഭയത്തോടെ തന്നെ കാത്തിരിക്കുകയാണ്. കാരണം മോണിറ്ററിൽ പച്ച സ്വിച്ച് കത്തിയാൽ മാത്രമേ ട്രെയിൻ സ്റ്റാർട്ടാകാൻ സാധിക്കുകയുള്ളൂ. അതേ സമയത്ത് പുറത്ത് കണ്ണട പയ്യൻ കാട്ടിൽ നിന്ന് ആരോ സഹായത്തിനായിട്ട് വിളിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ആരോ കാട്ടിലുണ്ടെന്ന് മനസ്സിലായ അവൻ നേരെ ടോർച്ചുമായിട്ട് കാട്ടിനകത്തേക്ക് നീങ്ങുകയാണ്. ശബ്ദം കേട്ടപ്പോഴാണ് അത് ആദ്യം വെയർവുൾഫ് കൊണ്ടുപോയ നിനയുടെ ശബ്ദമാണെന്ന് കണ്ണട പയ്യന് മനസ്സിലാവുന്നത്. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവൻ നീങ്ങുകയാണ്. കാരണം അവനപ്പോൾ കേറ്റിനെ തടഞ്ഞതിനാലാണ് നീന മരിച്ചതെന്ന കുറ്റബോധം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. ശബ്ദം പിന്തുടർന്നു പോയ അവൻ ഒരു കാഴ്ച കണ്ടിട്ട് സ്തംഭിച്ച് നിന്നു പോവുകയാണ്. മുകളിലെ മരത്തിന്റെ ഒരു ചില്ലയിരുന്നിട്ട് നിനയെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെയർവുൾഫ്. എന്നാൽ ആ ഒരു സമയത്ത് പോലും നിനക്ക് ജീവനുണ്ടായിരുന്നു.
അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ അവൻ ശ്രമിക്കുമ്പോഴേക്കും നിരവധി വേർവുൾഫുകൾ അവനെ വളഞ്ഞിട്ട് ആക്രമിച്ച് കൊന്നുകളയാണ്. ഈ ഒരു ശബ്ദം ട്രെയിനിലുള്ളവരും കേൾക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് എഞ്ചിനീയർ ലീക്ക് അടച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ മോണിറ്ററിൽ പച്ച ലൈറ്റ് കത്താണ്. ഒന്നും നോക്കിയില്ല, ജോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കും നിരവധി വേർവുൾഫുകൾ ട്രെയിനിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എഞ്ചിനീയർ പയ്യൻ ട്രെയിനിൻ്റെ അടിയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അകത്ത് എൻജിൻ റൂമിൽ മുന്നിലെ കാഴ്ച കാണാനായിട്ട് ജോ ലൈറ്റ് ഓണാക്കി നോക്കിയപ്പോഴാണ് തൊട്ടു മുന്നിൽ നിരന്നു നിൽക്കുന്ന ഒരുപാട് ചെന്നായ മനുഷ്യരെ കാണുന്നത്. ഒന്നും നോക്കിയില്ല, അവൻ ട്രെയിൻ മുന്നോട്ടേക്ക് എടുക്കുകയാണ്. എഞ്ചിനീയർ പയ്യൻ അടിയിൽ തൂങ്ങിക്കിടക്കാനുള്ള കാര്യം ആലോചിക്കണം. ഇതേ സമയത്ത് അകത്ത് കെട്ടിയിട്ടിരുന്ന മുത്തശ്ശി പൂർണ്ണമായിട്ടും ഒരു വേർവുൾഫായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കെട്ടും വലിച്ചു പൊട്ടിച്ചിട്ട് മുത്തശ്ശി അപ്പൂപ്പന് നേരെ തിരികെയാണ്. ഇതൊന്നും എൻജിൻ റൂമിലെ ജോ അറിയുന്നില്ല. മാത്രമല്ല, പേടിച്ചിരുന്ന കേറ്റിനെ പുറത്തുനിന്ന് പെടച്ചു കയറിയ ഒരു വേർവുൾഫ് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. എന്നാൽ അവളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കാതെ അഡ്രിയാൻ അവളെ ചവിട്ടി പുറത്തേക്ക് ഇടുകയാണ്. ട്രെയിനാണെങ്കിൽ പോവുകയും ചെയ്തു. തൊട്ട് പുറകെ വന്ന വേർവുൾഫിനോട് എന്നെ കൊല്ലല്ലേ, എനിക്കൊരു മകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മൃഗത്തിനുണ്ടോ ഫീലിങ്സ്? തീർന്നില്ല, അകത്ത് മുത്തശ്ശിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അടച്ച ലീക്ക് വീണ്ടും പൊട്ടി ഫിവയിൽ പോയി ട്രെയിൻ വീണ്ടും നിന്ന് പോവുകയാണ്. ഇനി ഒന്നും ചെയ്യാനാവില്ല. ഉടനെ ജോ ഡോർ തുറന്നിട്ട് അഡ്രിയാനെ മുത്തശ്ശിയുടെ കൈയിൽ നിന്ന് രക്ഷിക്കുകയാണ്. എന്നാൽ അവൻ പറയുന്നത് കെയ്റ്റിനെ വേർവുൾഫ് കൊണ്ടുപോയെന്നാണ്. ഇതിനോടകം മുഴുവൻ ചെന്നായ മനുഷ്യന്മാരും ട്രെയിനിന് അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ തെണ്ടി അഡ്രിയാൻ ഓടിയൊരു കമ്പിയെടുത്ത് ജോയെ ആക്രമിച്ച് താഴെ ഇടുകയാണ്. ശേഷം രണ്ടുപേരെയും അവിടെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ജോയുടെ താക്കോലും മോഷ്ടിച്ച് ഡോർ തുറന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു പോവുകയാണ്. കാരണം തൊട്ട് പിന്നാലെ തന്നെ വേർവുൾഫും ഉണ്ട്. തങ്ങളുടെ മരണം ഉറപ്പായെങ്കിലും എലനെയെങ്കിലും രക്ഷിക്കാനായിട്ട് ജോ തീരുമാനിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് എത്തിയ എഞ്ചിനീയർ പയ്യൻ എഞ്ചിൻ ഫ്യൂവൽ ഉപയോഗിച്ച് തന്നെ ഓരോ വേർവുൾഫിനായിട്ട് കത്തിക്കാൻ തുടങ്ങുകയാണ്. ഈ ഒരു ഗ്യാപ്പില് ജോ വാതിൽ തുറന്നിട്ട് പുറത്തിറങ്ങുകയാണ്. അവസാനമായിട്ട് എഞ്ചിനീയർ പയ്യൻ ഇറങ്ങാൻ തിരിയുമ്പോഴേക്കും വേർവുൾഫ് അവനെ വലിച്ചെടുത്തോണ്ട് പോവുകയാണ്. ഒന്നും ചെയ്യാനില്ല, രണ്ടുപേരും ജീവനം കൊണ്ട് കാട്ടിലേക്ക് ഓടുകയാണ്. 4 ഭാഗത്തും വേർവുൾഫ് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കാടിന് മറുവശത്ത് രണ്ടുപേരും എത്താറായെങ്കിലും ഇത്രയധികം ചെന്നായ മനുഷ്യരെ മറികടക്കാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ജോ അത്രയെ പ്രയോഗിക്കുകയാണ്. അവൻ ഉടനെ എലനൊരു ഉമ്മ കൊടുത്തിട്ട് കാടിന് പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ശേഷം എല്ലാ വേർവുൾഫുകളുടെയും ശ്രദ്ധ അവനിലേക്ക് അവൻ തിരിക്കുകയാണ്. ചെന്നായ മനുഷ്യരെ ജോയെ ആക്രമിക്കുന്ന സമയത്ത് എലൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ വെറുതെ അങ്ങ് തോറ്റു കൊടുക്കാനായിട്ട് അവൻ തയ്യാറായിരുന്നില്ല. അവൻ ഓരോരുത്തരായിട്ട് ശക്തമായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പരിധിവരെ തന്നെ സാധിച്ചെങ്കിലും അവസാന മതങ്ങളുടെ മുന്നിൽ അവന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഇതേ സമയം ജോയെ കൊലക്ക് കൊടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച അഡ്രിയാനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ഓടിത്തിരിഞ്ഞ് ജോയുടെ അടുത്തേക്ക് തന്നെയാണ് എത്തുന്നത്. എന്നാൽ അവനിപ്പോൾ വെറും ജോ ആയിരുന്നില്ല, മറിച്ച് അവനൊരു വേർവുൾഫ് ആയിരുന്നു. സോ പക അത് എന്തായാലും വീട്ടാനുള്ളത് തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെയുണ്ട് ഈ സിനിമ? അടിപൊളിയല്ലേ? പിന്നെ ഗായ്സ്, മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഷോർട്സ് എല്ലാം ഇനി മറ്റൊരു ചാനലായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ മല്ലു റിവ്യൂവർ ഷോർട്സ് എന്ന് പറഞ്ഞ് ഒരു ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഷോർട്സ് കൂടുതൽ കാണാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ആ ചാനൽ കൂടി ഒന്ന് വിസിറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു സിനിമയായിട്ട്, മറ്റൊരു കിടിലൻ സിനിമയായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. അതുവരെ ബൈ.